നമസ്കാരം. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ അംഗീകരിക്കാത്ത ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നികുതി കൊണ്ട് വരച്ച വരയിൽ നിർത്താനുള്ള നീക്കമായിരുന്നു US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. റഷ്യൻ ഫെഡറേഷൻ ഗവൺമെന്റ് US-നെതിരെ ഉയർത്തുന്ന ഭീഷണികൾ നേരിടുക എന്ന നയം ചൂണ്ടിക്കാണിച്ച് ബുധനാഴ്ച മുതൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ അടിച്ചേൽപ്പിച്ചതും ഈ സാഹചര്യത്തിലാണ്. ചെമ്മീൻ മുതൽ തുണിത്തരങ്ങൾ വരെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അധിക നികുതിയുടെ പട്ടികയിൽപ്പെടുത്തി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം വ്യവസായ ലോകം ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ ബദൽ നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുക്കിയതോടെ അധിക തീരുവ നീക്കം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ. വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായി നിർബന്ധിക്കാനാണ് US ഇന്ത്യക്കെതിരെ ആദ്യം 25% നികുതി ചുമത്തിയത്. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് വീണ്ടും 25% നികുതി കൂടി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നയങ്ങൾ ഒടുക്കം US-ന് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധർ രംഗത്ത് വരുന്നത്. മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം US-ന് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് റിച്ചാർഡ് വോഫിന്റെ മുന്നറിയിപ്പ്. ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമാണ് റിച്ചാർഡ് വോഫ്. മധ്യേഷ്യയിലെ ലെബനൻ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയല്ല ഇന്ത്യയോട് പെരുമാറേണ്ടത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണിയുമായി മുന്നോട്ട് പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായൊരു എതിരാളിയെയാണ് നേരിടേണ്ടി വരികയെന്നും റിച്ചാർഡ് വോഫ് പറഞ്ഞു. റഷ്യൻ മാധ്യമപ്രവർത്തകൻ റിക് സാൻഷസുമായി നടത്തിയ സംഭാഷണത്തിലാണ് റിച്ചാർഡ് വോഫ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടർന്നാൽ അവർ ബ്രിക്സ് ഉൾപ്പെടെയുള്ള സമാന്തര സംഘടനകളോട് കൂടുതൽ അടുക്കുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ ഇന്ത്യയും ശ്രമിക്കും. US-ന് പകരം ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം വർദ്ധിക്കും. അത് ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനും വളർത്തുന്നതിലേക്കും നയിക്കും. ട്രംപിന്റെ നയങ്ങൾ ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ഒന്നിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അങ്ങനെ പാശ്ചാത്യ സഖ്യങ്ങളെക്കാൾ വിജയകരമായ ഒരു സംവിധാനമായി ബ്രിക്സ് മാറുമെന്നും റിച്ചാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ഏർപ്പെടുത്തിയാണ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അഥവാ CBP വിജ്ഞാപനമിറക്കിയത്. റഷ്യൻ ഫെഡറേഷന്റെ നടപടികൾ US ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും അസാധാരണമായ ഭീഷണിയായി തുടരുകയാണെന്നും ഇന്ത്യ നേരിട്ടും അല്ലാതെയും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് അധിക തീരുവയെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയെക്കുറിച്ച് വിജ്ഞാപനത്തിൽ പരാമർശമില്ല എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച US റഷ്യക്കെതിരെയും സമാനമായ നീക്കത്തിന് മുതിരുന്നില്ല. ചൈനയോടും റഷ്യയോടും കാണിക്കുന്ന ഉദാര സമീപനം ട്രംപിന്റെ US-ന് ഇന്ത്യയോടില്ലെന്ന് വ്യക്തം. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തുമ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മോസ്കോയുടെ പങ്ക് 2% താഴെയായിരുന്നു. അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ അസംസ്കൃത എണ്ണ ഉപേക്ഷിച്ചതോടെ റഷ്യ കൂടുതൽ കിഴിവുകൾ നൽകാൻ തുടങ്ങി. ഇന്ത്യൻ റിഫൈനറുകൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി. മാസങ്ങൾക്കകം പരമ്പരാഗത പശ്ചിമേഷ്യൻ വിതരണക്കാരെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ വലിയ അസംസ്കൃത എണ്ണദാതാക്കളായി. നിലവിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയിൽ ഗണ്യമായ പങ്ക് റഷ്യയിൽ നിന്നാണ്. പുതിയ വിപണികളിലേക്ക് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ US പകരച്ചുങ്കത്തിന്റെ ആഘാതം കുറയ്ക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ഓസ്ട്രേലിയ, UAE, UK എന്നിവയുമായി നിലവിൽ രാജ്യത്തിന് സ്വതന്ത്ര വ്യാപാര കരാറുകളുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലുമാണ്. ഇതിനർത്ഥം രാജ്യത്തിന് പുതിയ വിപണികളിലേക്കുള്ള കയറ്റുമതികൾ വഴിതിരിച്ചുവിടാനുള്ള അവസരമുണ്ടെന്നാണ്. നാശനഷ്ടങ്ങൾ ഇന്ത്യയിൽ മാത്രമായി പരിമിതപ്പെടുത്തില്ലെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന വിലയുടെയും മന്ദഗതിയിലുള്ള വളർച്ചയുടെയും രൂപത്തിലുള്ള നിലവിലെ നടപടികൾ US-ന് തിരിഞ്ഞുകടിക്കും. ഇത് ഇതിനകം ഉയർന്ന പണപ്പെരുപ്പ് നിരക്ക് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ US സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണ നിരക്കിൽ വളരാൻ കഴിയില്ല. 2017 മുതൽ 2020 വരെ ട്രംപ് ഭരണകാലത്ത് US-ന്റെ സാമ്പത്തിക വളർച്ച ഏകദേശം 1.4%. പ്രധാന വ്യാപാര പങ്കാളികളുമായിട്ടുള്ള നികുതി യുദ്ധത്തിൽ വീണ്ടും US ഇത്തരത്തിൽ മുരടിച്ച സാമ്പത്തിക വളർച്ച അഭിമുഖീകരിക്കേണ്ടി വന്നേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.